ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 60, ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിരം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. അയീ ജീവചിരം കിശോരനഃ തവ ദാസീരവശീകരോഷികിം പ്രതിശാംബരമംബുജേക്ഷണീതി ഉദിതസ്ത്വം സ്മിതയേവ ദത്തവാൻ. അന്വയം, അർത്ഥം. ഐ കിശോര, അല്ലയോ കുഞ്ഞെ, ചിരം വളരെക്കാലം, ജീവ ജീവിച്ചാലും, തവ അങ്ങയുടെ, ദാസീനഹ ദാസിമാരായ ഞങ്ങളെ, കിം അപശീകരൂഷി എന്തിനാണ് നീ ക്ഷീണിപ്പിക്കുന്നത്? ഹേ അംബുജേക്ഷണ താമരക്കണ്ണ, അംബരം വസ്ത്രം, പ്രതിശ തന്നാലും, ഇതി എന്ന്, ഉദിത പറയപ്പെട്ട, ത്വം അങ്ങ്, സ്മിതമേവ പുഞ്ചിരി മാത്രമേ ദത്തവാൻ നൽകിയുള്ളൂ. ഹരിയു. സാരം: ചിരം ജീവനം ഭഗവാന് ആശംസിച്ച് ദാസികളായ തങ്ങളെ എന്തിന് വിഷമിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവർ വസ്ത്രം മടക്കിത്തരാൻ അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ ഒരു തൂമന്ദഹാസം മാത്രം പൊഴിച്ചതേയുള്ളൂ. ഹരിയു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. അതിരുക്യതടംകൃതാഞ്ജലിഃ പരിശുദ്ധാ സ്വഗതി നിരീക്ഷ്യതാഃ വസനാന്യാഖിലാന്യാനുഗ്രഹം പുനരേവ ഗിരമപ്യതാമുദാ. അന്വയം, അർത്ഥം. ത്വം അവിടുന്ന്, പരിശുദ്ധകളും, സ്വഗതിയും താൻ മാത്രം ശരണമായിട്ടുള്ളവരുമായ ആ ഗോപകന്യകമാരെ തടം തീരത്തെ അതിരുഹ്യ പ്രാപിച്ച് കൃതാഞ്ജലി കൈകൂപ്പിയവരായി നിരീക്ഷ്യ കണ്ടിട്ട് അഖിലാനി എല്ലാ വസനാനി വസ്ത്രങ്ങളും പുനഃ പുറകെ മുത സന്തോഷത്തോടുകൂടി അനുഗ്രഹമായി ഏവം പ്രകാരമുള്ള ഗിരമവി വാക്കും അതാ നൽകി. ഹരിയു. സാരം: പരിശുദ്ധകളായ ഗോപവനിതകൾ ലജ്ജ കളഞ്ഞ് ഭഗവാൻ മാത്രം ശരണമായിട്ടുള്ളവരായി കൈകൂപ്പി കരയ്ക്ക് കയറി വന്നപ്പോൾ കൃഷ്ണൻ വസ്ത്രങ്ങൾ നൽകി അനുഗ്രഹരൂപമായ വാക്കുകൾ പറഞ്ഞു. ഹരിയു.